തൃശ്ശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ് എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ അങ്ങേറ്റം പരിഹാസ്യമായ കണ്ടെത്തലാണ്. ഇത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, പോലീസിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും മുഖം രക്ഷിക്കാനുള്ള ആസൂത്രിതമായൊരു ശ്രമമാണ്. ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാൻ കാരണം ഇപ്പോൾ അയ്യപ്പ സംഗമം, അതിൻ്റെ ക്രമക്കേടുകൾ, ശബരിമലയെ സന്നിധാനത്ത് നടന്ന കൊള്ള, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്തരം വാർത്തകൾ കൊണ്ടുവന്ന് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ക്രമക്കേടുകളും സ്വർണ്ണക്കൊള്ളയും ഒക്കെയായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയത് പോലീസാണ്. പോലീസിൻ്റെ പിടിവാശിയും അതേപോലെ പോലീസിൻ്റെ ധാർഷ്ട്യവുമാണ് കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരം അലങ്കോലമാകാൻ കാരണമായത്. വെടിക്കെട്ടടക്കം നിർത്തിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. പോലീസ് SP ആയിട്ടുള്ള അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ പൂരം കലക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നു. അതിനുവേണ്ടി ജനങ്ങളെ വെടിക്കെട്ട് കാണുന്നത് തടഞ്ഞു, മഠത്തിൽ വരവ് തടഞ്ഞു, എന്തിന് ആനയ്ക്ക് പട്ട കൊടുക്കുന്നത് പോലും തടയുന്ന സാഹചര്യം ഉണ്ടായി. ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ പൂരാഘോഷം കാണുന്നത് തടയുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആസൂത്രിതമായി പൂരാഘോഷം കലക്കാൻ വേണ്ടി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് പൂരം കലങ്ങാനുള്ള സാഹചര്യമുണ്ടായത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പൂരം കലക്കിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണ്. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് കുറേ കാലങ്ങളായിട്ട് ആസൂത്രിതമായിട്ട് ഈ പൂരാഘോഷം കൈവശപ്പെടുത്താനുള്ള ശ്രമം നടത്തി വരിക. പൂരാഘോഷം കൈക്കലാക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ശ്രമത്തിനെ പോലീസിനെ ഉപയോഗിച്ച് നടപ്പാക്കാനാണ് യഥാർത്ഥത്തിൽ സർക്കാരും തയ്യാറായത്. അപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് പൂരാഘോഷം കലക്കി ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ച് ആ പൂരാഘോഷത്തെ വരും വർഷങ്ങളിൽ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരും ചേർന്ന് നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് പൂരം കലക്കലിൽ കലാശിച്ചത്. യഥാർത്ഥത്തിൽ ഈ കുറേ കാലമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ പൂരാഘോഷം കൈപ്പിടിയിലാക്കാനുള്ള ശ്രമം നടത്തി വരിക. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ വാടക 39 ലക്ഷത്തിൽ നിന്ന് 2.25 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി. പൂരാഘോഷം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആസൂത്രിതമായി പൂരാഘോഷത്തിനെ എതിർത്തുകൊണ്ട് അതിനെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തൃശ്ശൂർ പൂരാഘോഷം കലങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് ഉണ്ടായത് എന്നുള്ള നഗ്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. പോലീസിനെ വെള്ളപൂശിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്കിത് അശോകൻ്റെ പരിചയക്കുറവാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ കലങ്ങിയതിൻ്റെ കാരണമെന്നായിരുന്നു അന്ന് ADGP അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് മാറ്റിവെച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ ഈ തരത്തിലുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, ആസൂത്രിതമാണ്.